1980 മുമ്പുള്ള ലൈസൻസ് ആണ്. അത് എത്ര പേര് കണ്ടിട്ടുള്ളത് കമന്റ് ചെയ്യണം. ഇത് നമ്മുടെ ലൈസൻസ് പറഞ്ഞാൽ മുൻപൊരു ലാമിനേഷൻ ആയിരുന്നു. ഇപ്പോൾ ഒരു പാൻ കാർഡ് പോലത്തെ ഒരു കാർഡാണ് ഇപ്പോഴത്തെ ലൈസൻസ് പറയുന്നത്. ഇന്നത്തെ ലൈസൻസ് നമുക്ക് 1980 മുമ്പുള്ള ഒരു ലൈസൻസ് ആണത്. ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അതായത് അവിടെ അമ്മമ്മ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, അമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം മനോഹരമായ ഓർമ്മകൾ ഒരുപാട് സമ്മാനിക്കുന്ന ഒരു മേഖല തന്നെയാണ് അമ്മയുടെ വീട് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ഈ ഓണാവധിക്കാലം, ക്രിസ്മസ്, ഈ വേനൽ അവധിക്കാലം ഒക്കെ നമ്മൾ ഭൂരിഭാഗം 90 കിഡ്സും ചെലവഴിക്കുന്നത് അമ്മ വീട്ടിലായിരിക്കും. മരിച്ച ശേഷം അമ്മമ്മ കുറെ കാലം ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണത്. ഈ ഇടയ്ക്ക് ഒരു 2-2.5 വർഷം അനിയത്തിയുടെ മോളെ നോക്കാൻ വേണ്ടി കൊച്ചിയിൽ പോയിരുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ട് വന്നൊരു 4-5 മാസമായിട്ട് അമ്മമ്മ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇതൊക്കെ അച്ചാച്ചന്റെ ഏരിയയാണ്. അതായത് പണ്ടത്തെ ഏണി അതൊക്കെ അച്ചാച്ചൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഏണി, അതുപോലെ തന്നെ ചൂല്, അച്ചാച്ചൻ ഉപയോഗിച്ചിരുന്ന അയൺ ബോക്സ് ആണ്. പണ്ടത്തെ പഴയ മോഡൽ അയൺ ബോക്സ്. അടുക്കളയിൽ നല്ല നൊസ്റ്റോയിട്ടുള്ള അടുക്കളയാണ്. അതുകൊണ്ട് എൻ്റെ വീട് ഇതുപോലത്തെ അടുക്കളയായിരുന്നു. അപ്പോഴും അങ്ങനെയുള്ള അടുക്കളയാകുമ്പോൾ നമുക്ക് ഒരു നൊസ്റ്റോ, അവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അത്രത്തോളം ഒരു പഴഞ്ചൻ രീതിയിലുള്ള ഒരു മോഡലാണത്. പാലൊക്കെ തൂക്കി വെക്കാനുള്ളൊരു സെറ്റപ്പ് വേറെ. ഇവിടെ ഞാൻ അനിയത്തിയും പണ്ട് വിരുന്ന് പോകുന്ന സമയത്ത് ഞാൻ അച്ഛനും അമ്മമ്മയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്. അന്ന് മേമ്മമാരുടെ 2 മേമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിള്ളേരൊന്നും ആയിട്ടില്ല. ഞാനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്നും പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് അതും ഭക്ഷണം കഴിക്കാം. അതേ അച്ഛൻ്റെ ഒരു കിണ്ണുണ്ടായിരുന്നു, ഒരു സ്വർണ്ണക്കാർ നിറത്തുള്ള ചെമ്പിൻ്റെ ഒരു കിണ്ണുണ്ടായിരുന്നു. അതിപ്പോൾ കാണുന്നില്ല, എവിടെ മാറ്റി വെച്ചിരുന്നു. അച്ഛച്ചിരുന്ന ചെയറാണത്. പിന്നെ തേങ്ങ ചെരുവുന്ന ചെരക മുക്കാലി എന്ന് പറയും. ഇതൊന്നും ഇപ്പോൾ അധികം കാണാറില്ല വീട്ടിൽ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്, അധികം കാണാറില്ല, യൂസ് ചെയ്യാറില്ല എന്ത് സാധനങ്ങളൊന്നും. അലമാറിൽ ഇപ്പോൾ എന്തൊക്കെയൊക്കെയോ അമ്മമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് നോക്കിയിട്ടുണ്ട്. അത് എന്തോ ഒരു സാധനമാണത്. അത് അച്ചാച്ചൻ ഉപയോഗിച്ചിരുന്ന കണ്ണാടിയാണത്. അമ്മമ്മ മാറ്റി വെച്ചിരിക്കുന്നത്. അത് ഇതേ മോഡൽ. എനിക്കത് ഓർമ്മയുണ്ട്. ഒരു പോസ്റ്റ്, മുളയുടെ ഒരു പോസ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അച്ചാച്ചൻ. ഇത് നോക്കി ഡെയിലി ഷേവ് ചെയ്യാറുള്ളത് അച്ചാച്ചൻ ഡ്രൈവറാണ്. ആലത്തൂർ ടാക്സി ചാനലിൽ തന്നെ 2-ാമത്തെ 3-ാമത്തെ ഡ്രൈവറാണ് അച്ചാച്ചൻ. ഇത് ലൈസൻസ് ആണ് കേട്ടോ അച്ചാച്ചയുടെ. പണ്ടത്തെ ലൈസൻസ് ബുക്ക് മോഡൽ. ഇതാണ് എൻ്റെ അച്ചാച്ചൻ കേട്ടോ. അച്ചാച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുകളിലായി. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. പണ്ടത്തെ ലൈസൻസ് ആണത്. 1995 പുതുക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങനത്തെ ലൈസൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നേരത്തെ പൂജാ റൂമാണ്, പണ്ടത്തെ പൂജാ റൂമാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിട്ട് വിളക്കൊക്കെ വെക്കാറുണ്ട്. അത് അമ്മയുടെ അനിയത്തിയാണ്, എൻ്റെ ചെറിയ മേമയാണത്. ഒരു മേമയും കൂടി ഉണ്ട്, മേമയോട് വന്നിട്ടില്ല. അമ്മമ്മ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ശരിയാക്കാം. അവിടെയൊക്കെ ചെതല് വന്നിട്ടൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് വാതിലൊക്കെ. ഇത് ബെഡ്റൂം. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാറുള്ളത് ചെറുപ്പത്തിൽ. അതൊക്കെ പണ്ടത്തെ കൊതുക് വല എന്ന് പറയുന്ന സംഭവമാണ്. അതൊക്കെ മുമ്പ് അച്ഛനെ കെട്ടിവെച്ച അതേ സെറ്റപ്പാണ്. അങ്ങനെ അവിടെയൊക്കെ നോക്കി അങ്ങ് തിരിച്ചിറങ്ങാൻ നിൽക്കണം. സമയം 7 മണി 8 മണിയായപ്പോൾ അമ്മമ്മ തന്നെ പെക്കെന്ന് പറഞ്ഞത്. അമ്മമ്മ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചാൽ അമ്മമ്മ വരില്ല. കാരണം വീട്ടിനുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടും വീട് അടച്ചിടേണ്ടി വരുന്ന ഒരു വിഷമം കൊണ്ടും അമ്മമ്മ വരില്ല. അപ്പൊ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി അമ്മമ്മ റിട്ടേൺ വരില്ല, രാത്രി വരികയാണ്. ഇതാണ് ഞങ്ങളുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ അമ്മ വീട് എന്ന് പറയുന്നത്. ഇതാണ് അവിടെ. ഇപ്പൊ അമ്മാമ്മയ്ക്ക് കാവലായിട്ട് ഒരു നായ്ക്കുട്ടി ഉണ്ട്. നായ്ക്കുട്ടി അമ്മാമ്മ മാത്രം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് രാത്രി. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ഈ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.